പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചേകാടിയിലാണ്. ചേകാടി ഇടയ്ക്ക് വരാറുണ്ട്. ഇന്ന് കോഫി ഹട്ടിൽ വന്നതാണ്. കോഫി ഹട്ടിൽ എന്താ പറയുക, നല്ല നാടൻ ഒരു പൂന്തോട്ടം, ചേകാടിയിലെ പരന്ന് കിടക്കുന്ന വയൽപ്പരപ്പ്, അതിൻ്റെ ഇടയിൽ കുറച്ച് പുൽക്കൂടുകൾ പോലെയുള്ള ചായക്കടകൾ, ഈ ഹട്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് കൊണ്ട് നല്ല കാപ്പി കുടിക്കുകയാണ്. കോഫി ഹട്ട് എന്ന് പറയുമ്പോൾ നല്ല കാപ്പിയാണ്. അപ്പോൾ ആ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാപ്പിയുടെ കൂടെ തന്നെ നല്ല സുഖേനുണ്ട്. സുഖം കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കാപ്പി ഏകദേശം കാലിയാക്കി നല്ല ഒരു പ്രകൃതിയെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സമയം ചിലവഴിക്കാം, നല്ല കാപ്പി കുടിക്കാം, സുഖം കഴിക്കാം. അപ്പോൾ കോഫി ഹട്ട് ഇത് ചേകാടി കുറുവാദ്വീപിലേക്ക് പോണ വഴിക്കാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവരും കാണുക. ഓക്കെ, നമ്മൾ കണ്ടതല്ല വയനാട് കേട്ടോ. ഇനി ഒരുപാട് കാഴ്ചകൾ വയനാട്ടിൽ കാണാനുണ്ട്. വയനാട് കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളൊരു വലിയൊരു എന്താ പറയുക, അതിമനോഹരമായ ഒരു ക്യാൻവാസ് തന്നെയാണ് വയനാട്. ഇത് ചേകാടി. ഇപ്പം വയനാട് ഇപ്പോൾ ഒരുപാട് ആളുകൾ റീൽസിലൂടെ ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടു പോയൊരു സ്ഥലമാണ് ചേകാടി. ചേകാടിയിൽ നിന്ന് കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴിക്കാണ് കോഫി ഹട്ട് നിറഞ്ഞിക്കടയുള്ളത്. കണ്ടോ, മല്ലികപ്പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തനി വയനാടൻ ഗ്രാമീണത തുടിച്ചു നിൽക്കുന്ന ഒരു ഏരിയ. ഇതൊക്കെ ആ കോഫി ഹട്ടിന്റെ പരിസരത്ത് അവരെന്നെ ഉണ്ടാക്കുന്ന കൃഷിയാട്ടോ. പച്ചക്കറി കൃഷിയുണ്ട്, അതുപോലെ പേരക്ക കണ്ടിട്ടുണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട്, പിന്നെ വയൽപ്പരിപ്പ്. പിന്നെ ചേകാടിയുടെ വയൽപ്പരിപ്പ് പറയേണ്ട ആവശ്യമില്ല. വയനാടിന്റെ ഒരു മനോഹാരിത മൊത്തം ആവാഹിച്ചെടുത്തൊരു പ്രദേശം തന്നെയാണ് ചേകാടി എന്ന് പറയുന്നത്. അത് അനുഭവിച്ചറിയാൻ വേണ്ടി വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് ചേകാടിയിൽ വരുന്നത്. പ്രത്യേകിച്ച് ചേകാടിക്ക് ഒരു പ്രത്യേകത ഇത് കണ്ടോ, നാട്ടുമ്പുറത്ത് നമ്മൾ കാണുന്ന നാടൻ പൂക്കൾ ഇതൊക്കെ ഇപ്പൊ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തൊടിയിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ല. നമ്മളെ മക്കളെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതുപോലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഇത് പർണശാല പോണ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കോഫി ഹട്ടിൽ വരുന്ന ആളുകൾക്ക് ചായ കാപ്പി കുടിക്കാനും ഇരിക്കാനും പിന്നെ സ്നേഹം പങ്കിടാനൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ ഏരിയകളുണ്ട് കേട്ടോ കോഫി ഹട്ടിൽ. അപ്പോൾ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോലൊക്കെ നടത്തണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. ഈ വയലേലകളിൽ നോക്കിയിരുന്ന് കഥകളൊക്കെ പറഞ്ഞിരിക്കാനും എന്ത് രസമാണെന്നല്ലേ ഒരു കോഫിയൊക്കെ കഴിക്കാനൊക്കെ. അതൊരു പ്രത്യേക അനുഭവമാണ്. ഇത് എന്താ പറയാ, വയനാടൻ ഗ്രാമീണതയുടെ എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, കവുങ്ങിന്റെ പട്ടയും അതുപോലെ തന്നെ മൺകട്ടയും കൊണ്ട് ഉണ്ടാക്കിയൊരു വീട് എന്നെ നിർമ്മിതിയാണ് ഈ കോഫി ഹട്ട് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ പുല്ല് മേനിട്ടുണ്ട്. അടുക്കളൊക്കെ എന്ത് ഭംഗിയുള്ള അടുക്കള കണ്ടോ, രസ. ആ അടുപ്പിൽ വിറകടുപ്പിൽ ഇങ്ങനെ കോഫി ഇങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള ഒരു അടുക്കള. പക്ക വയനാടൻ ഗ്രാമീണ കാഴ്ചകൾ തന്നെയാട്ടോ ഈ കോഫി ഹട്ടിൽ അവർ ഒരു പിന്നെ എന്താ പറയുക എക്സ്ട്രാ നിർമ്മിതികളും ഇല്ല. ആമ്പൽക്കുളം, ചെറിയൊരു കുഞ്ഞ് ആമ്പൽക്കുളം ഉണ്ട്. ഈ ആമ്പൽക്കുളത്ത് നിന്ന് നേരെ ആ ഒരു ഊനാലാണ്. ആ ഊനാലിൽ ഇങ്ങനെ ആ വയൽ കാഴ്ചകളും കണ്ടിരുന്ന് ഊനാലൊക്കെ ആടി നല്ല ചൂടുള്ള കോഫിയെല്ലാം കുടിക്കുക ഒക്കെ രസമാണ്. പ്രത്യേകിച്ച് നമ്മളെ കൂടെ നമ്മളെ പ്രിയപ്പെട്ടവരെ കൂടി ഉണ്ടാകുമ്പോൾ കാഴ്ചകൾക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. അത് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നു. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത കോഫി എത്തിയിട്ടുണ്ട്. 4 കോഫിക്കാർ ഓർഡർ ചെയ്ത്, സുഖിയനും 4 ഓർഡർ ചെയ്തു. അത് 4 ഓർഡർ ചെയ്ത് പറ്റിപ്പോയി, കാരണം 4 പോരായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പക്ക ഒരു നാടൻ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഞങ്ങളൊക്കെ ആസ്വദിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം ഓർഡർ ചെയ്താൽ കിട്ടാൻ കുറച്ച് താമസമുണ്ട്. കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടത്തേക്ക്. ഇതാണ് അവിടത്തേക്കുള്ള ഒരു വഴി. ഒരു മൺപാതയിലൂടെ ഇങ്ങനെ പോയി ഒരു പർണശാല പോലുള്ള ഒരു കെട്ടിടത്തിലെത്തി. ഒരു കെട്ടിടം എന്ന് പറയാൻ പറ്റൂല, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു നിർമ്മിതി തന്നെ പറയാം. കെട്ടിടം എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഒരു വയനാടൻ നിർമ്മിതിയിലെത്തും. ഇതാണ് അവരുടെ ബോർഡ്, കോഫി ഹട്ട് എന്നുള്ള അവരുടെ ബോർഡ്. കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പം നമുക്ക് ഇവിടത്തേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ബാവലി വഴി വരാം, അതുപോലെ തന്നെ പുൽപ്പള്ളി റൂട്ടിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അത് ഇങ്ങനെ ഒരുപാട് ഉണ്ട്. പിന്നെ പനമരത്തുനിന്ന് ദാസനക്കര വഴി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഈ ഇവിടത്തേക്ക് ഒരുപാട് റൂട്ടുണ്ട്. ഏത് റൂട്ടിൽ കൂടെയും എത്തിക്കഴിഞ്ഞാലും നമുക്ക് കോഫി ഹട്ട് നടിച്ചു കഴിഞ്ഞാൽ കോഫി ഹട്ട് എത്താൻ പറ്റും. ഇതൊക്കെയാണ് കോഫി ഹട്ടിൻ്റെ ഒരു മനോഹരമായ കാഴ്ചകൾ. ഒരുപാട് പള്ളിപ്പടർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ കോഫി ഹട്ട്. ദൂരെ നിന്ന് കാണുന്ന പർണശാല പോലത്തെ ഒരു നിർമ്മിതി. ഇതാണ് നമ്മളെ കോഫി ഹട്ട്. പക്ക വയനാട് പിന്നെ ഗ്രാമീണ കാഴ്ച. കൂടുതൽ വിവരങ്ങൾ കോഫി ഹട്ടിന് ആളുകൾ പറഞ്ഞത് കാപ്പി. പിന്നെന്തായിരുന്നു, സുഖിയൻ അല്ലേ? സുഖിയൻ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന സുഖിയനൊന്നുമല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതോടെ എന്താ വെച്ചാൽ ഈ ആംബിയൻസിൽ ഇവിടുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് ഞങ്ങൾ കഴിച്ചത് അപ്പുറത്ത് ആ ഒരു വയലിൽ പോയിരുന്നിട്ടാണ്. അവിടെ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കാപ്പി കഴിക്കുക. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ കാപ്പി, അതുപോലെ തന്നെ സുഖിയനും.
അത് മാത്രമല്ല സ്പെഷ്യൽ വേറെ എന്തൊക്കെ ഉള്ളത്? വേറെ ഗന്ധകശാല റൈസ് ഉണ്ട് ഉച്ചക്ക് ഭക്ഷണത്തിന് ലഞ്ചിന് ഉപയോഗിക്കുന്ന ഗന്ധകശാല. അത് വയനാട് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന? ഇവിടെ തന്നെ, വേറെ എവിടെയും അത് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ കറി എന്താ ഉള്ളത്? കറി ഇവിടെ കബനത്തെ പുഴമീനാണ് നോക്കുന്നത്. ഇവിടെയുള്ള കബനി നദിയിലെ പുഴമീനാണ് നിങ്ങളുടെ കറി. ഗംഭീരം. അഥവാ അത് കിട്ടില്ലെങ്കിൽ നമുക്ക് ചിക്കനിലേക്ക് മാറേണ്ടി വരും. പിന്നെ വേറെ സൈഡൊക്കെ? സൈഡ് പുതിന ചമ്മന്തി ഉണ്ടാവും, അച്ചാറ്, പപ്പടം ഒക്കെ ജൈവ സാധനങ്ങളാണ്. അതെ അതെ, ഇവിടുത്തെ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇതൊക്കെ എന്താണ് ഒരു മ്യൂസിയം പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ വയനാട്ടിലെ ഞാൻ പറഞ്ഞത് ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, വയനാട്ടിലെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വിടുന്ന സമയത്ത് അവയെ എന്താ പറയാ കൂട്ടം തെറ്റിപ്പോലൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു മണിയാണ്. ഈ മണി കിളിക്കിട്ടല്ലേ പിടിക്കുക. അതുപോലെ തന്നെ ഇതാ മീൻ പിടിക്കുന്ന കൂടുണ്ട് ഒറ്റാല്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരി കൂട്ടാനുള്ള അരുപ്പ. ഒരു വയനാടൻ ഗ്രാമീണം കാഴ്ചകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. വയനാടൻ ഗ്രാമീണ കാഴ്ചകളാണുള്ളത്. ഇതാ വില്ല്, അമ്പും വില്ലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ അടുക്കളയിൽ ആ പഴയ മോഡൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അജയേട്ടാ ഗംഭീരായിരിക്കണം. എങ്ങനെ ഇവിടുത്തെ റെസ്പോൺസ് എങ്ങനെ? ഞാൻ അജയേട്ടാന്ന് വിളിക്കാം, പക്ഷെ പുള്ളിയുടെ പേര് മനോജ് എന്നാണ്. എനിക്കെന്താന്നറിയില്ല, പുള്ളിനെ വിളിക്കാം മനോജിനേക്കാൾ കൂടുതൽ അജയേട്ടനാണ്. ഇനിയിപ്പോ എല്ലാവരും ഇനി അജയേട്ടൻ വിളിക്കുമോന്ന് അറിയില്ല. എന്തായാലും വിറകടുപ്പിൽ ഇങ്ങനെ നല്ല കാപ്പി ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കല്ലേ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ പതച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തം ഒരു വയനാടൻ ഗ്രാമീണ ആംബിയറുള്ള ഒരു കട. എന്താ ഇവിടെ വീട് പൊളിച്ചു കേട്ടോ. എന്തായാലും ഗംഭീരായിട്ടുണ്ട്. ആൾക്കാരൊക്കെ വരുന്നില്ലേ? ഇനി സുഖം മാത്രം പോരാ, ഐറ്റംസ് ഒക്കെ ഒന്ന് കൂട്ടുക. ഐറ്റംസ് കൂട്ടാന്ന് പറഞ്ഞാല് ഈ വയനാട് കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, ആ വയനാട് കടികളൊന്നും കൂടി കൂട്ടുക, എന്നിട്ട് ഗംഭീരാക്കുക. എന്തായാലും പ്രിയപ്പെട്ട സാക് സഫാരിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചേകാടിയിൽ നിന്നും റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്ക്, വയ്യൊന്ന് പറഞ്ഞിട്ട്. ചേകാടി ബാവലി എത്തി, ചേകാടി അന്വേഷിച്ചാല് ഇവിടെ ബാവലി എത്തി. ബാവലിയിൽ നിന്ന് നേരെ നമ്മൾ ചേകാടിക്ക് വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്. ആ പുഴ കടന്ന് നേരെ ഇങ്ങോട്ട് വരിക. നേരെ ഇങ്ങോട്ട് വന്ന് ആ വയലിന്റെ പക്കത്തോടെ തന്നെ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് പുൽപ്പള്ളി പോകുന്ന റോഡ് അല്ലേ? പുൽപ്പള്ളി പോകുന്ന റോഡ്. അപ്പൊ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ചേകാടിയുടെ ഒരു പിക്ചർ. ആ പോകുന്ന വഴിക്ക് തന്നെ കാണാം കോഫി ഹട്ട്. വയലിന്റെ തൊട്ടടുത്തൊരു പർണശാല പോലത്തെ ഒരു കെട്ടിടം. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരിക, ഒന്ന് മക്കളൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒന്ന് അനുഭവിച്ചറിയാം, എൻജോയ് ചെയ്യുക. നല്ല കാപ്പി, നല്ല സുഖിയൻ അവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ കാഴ്ചകളോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സാക് സഫാരിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.